അല്പസമയ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വം നിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ വിദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കും. പ്രൈസ് ദ ലോർഡ്. 8ഉം 9ഉം വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. എബ്രായ ലേഖനം എഴുതിയത് ആരാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എബ്രായ ലേഖനം എഴുതിയത് പൗലോസ് ആകുന്നു എന്ന് ചിന്തിക്കുന്ന, പഠിപ്പിക്കുന്ന അനേക വിശുദ്ധന്മാരുണ്ട്. പൗലോസ് എബ്രായ ലേഖനം എഴുതിയെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ പൗലോസിന്റെ കാലത്തിന് ശേഷം ജീവിച്ചിരുന്ന ഒരു എബ്രായൻ ഈ ലേഖനം എഴുതി എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഏറെ ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടായാലും എബ്രായ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദവചനമാണ്. ഇതിനകത്ത് വളരെ അധികം രഹസ്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്, പൊതിഞ്ഞു വച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അതുകൊണ്ട് കർത്താവാകുന്ന ദൈവത്തിൻ്റെ ഈ ഭൂമിയിലുള്ള മാനുഷിക ജനനവും അതിനുശേഷമുള്ള വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്, ശേഷമുള്ള ദൈവിക ഉദ്ദേശത്തെക്കുറിച്ചും വ്യക്തമായി രചിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ വിശ്വാസികൾക്ക് യേശുക്രിസ്തു ആരായിരുന്നു എന്നുള്ള വെളിപ്പാട് പകർന്നു കൊടുക്കുന്ന ഒരു ലേഖനവും കൂടെയാണ്. 2:14 വായിക്കുമ്പോൾ യേശുക്രിസ്തു ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 2:14 യേശുക്രിസ്തു ആരാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവരാകയാൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്നെഴുതിയിരിക്കുന്നു. ആരാണ് മക്കൾ? മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം, അതായത് യേശുക്രിസ്തുവിന് സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. ഈ ദാനം ലഭിച്ചവർ ദൈവശക്തി പ്രാപിച്ച് ആത്മീയ കൃപാവരങ്ങളാലും ദൈവകൃപയിലും ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാണ് മക്കൾ. കാരണം വിശുദ്ധ തിരുവെഴുത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഏവനും ദൈവപുത്രനാകുവാൻ, ദൈവമകനാവാനുള്ള അധികാരം യേശുക്രിസ്തു കൊടുത്തിരിക്കുന്നു. ആകയാൽ യേശുക്രിസ്തുവിന്റെ പുത്രന്മാരെ കുറിച്ചാണ് ഇവിടെ മക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ആരാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു പിതാവാണ്. മക്കൾക്ക് വേണ്ടി ജഡരക്തത്തോടു കൂടിയുള്ളവനായി തീർന്നു. യേശുവിനെ ദൈവത്തിന്റെ ആളത്വത്തിൽ രണ്ടാമനായി കാണുന്ന എൻ്റെ സഹോദരങ്ങളോട്
പറയുവാൻ തിരുവെഴുത്തിനുള്ളത് യേശു ക്രിസ്തു രണ്ടാമനല്ല, മൂന്നാമനുമല്ല. യേശു ക്രിസ്തു മഹാദൈവമാണ്. ഒരേ ഒരു ദൈവമേ ലോകത്തിലുള്ളൂ, പ്രപഞ്ചത്തിലുള്ളൂ. ആ ഒരു ദൈവമാണ്, ആ ഏക ദൈവമാണ് യേശു ക്രിസ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടാകുമായിരിക്കും, മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശു പിതാവിനോട് പ്രാർത്ഥിച്ചുവല്ലോ, തിരുവെടുത്തത് പറയുന്നല്ലോ. ശരിയാണ്, ഞങ്ങളിത് വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം സ്വർഗാദി സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ദൈവം എന്ന നിലയിൽ ഇരിക്കുമ്പോൾ തന്നെ അതേ ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ടും എങ്ങനെ ദൈവം ദൈവമാവും? ദൈവം എന്ന നിലയിൽ ദൈവത്തിന് പരിമിതികളില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന് മനുഷ്യനാവാൻ കഴിയത്തില്ല എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്വർഗാദി സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ദൈവം എന്ന നിലയിൽ ഇരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യനായിരിക്കാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് 3 ആളത്വമുണ്ട് അല്ലെങ്കിൽ 2 ആളത്വമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് പരിമിതി കൽപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷിക്കപ്പെടുവാൻ കഴിയില്ല. ന്യായപ്രമാണത്തിൽ മോശയ്ക്ക് വെളിപ്പെട്ട, സീനായി മലയിൽ പ്രമാണം കൊടുത്ത അതേ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു എന്ന് നിങ്ങൾക്ക് എന്ന് വെളിപ്പെടുന്നോ അന്ന് മാത്രമേ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുള്ളൂ, നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ, നിങ്ങൾക്ക് വീണ്ടും ജനിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, സ്തോത്രം, സത്യത്തിൻ്റെ വചനത്തെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുവാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് വല്ല സംശയമുണ്ടായാൽ നിങ്ങൾ മനുഷ്യരോട് ചോദിക്കാതെ സകലതും നന്നായി പഠിപ്പിക്കുവാൻ ശക്തനായ സർവശക്തനോട് ചോദിക്കുക. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. നമ്മുടെ ദൈവവും കർത്താവുമായ നസറനായ യേശു ക്രിസ്തു മാത്രമാണ് നമുക്ക് ഗുരു. ഈ ഭൂമിയിൽ ആരും നമുക്ക് ഗുരുക്കളില്ല, നായകനില്ല, പിതാവില്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ പിതാവ്, അത് നസറനായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആകയാൽ മാനുഷിക ബന്ധങ്ങൾക്കപ്പുറമായി ദൈവത്തോട് നിങ്ങൾക്കൊരു ബന്ധം സ്ഥാപിപ്പാൻ കഴിഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് യേശു ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാട് ലഭിക്കും. യേശു ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാട് ലഭിച്ചാൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തു ആരാണെന്ന് എബ്രായ ലേഖനം എഴുതിയ ലേഖനം എഴുതിയ ദൈവദാസന്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിന്, എന്തായാലും ഒരു അപ്പോസ്തലനാണല്ലോ ഇത് എഴുതിയത്, അല്ലെങ്കിൽ ഒരു ദൈവദാസനാണ് എഴുതിയത്, അവനിലുള്ള ദൈവകൃപയാണ് എഴുതിയത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവായ യേശു ക്രിസ്തു തന്നെയാണ് ഇത് എഴുതിയത്, നമുക്ക് വേണ്ടി എഴുതിയതാണ്. ആ യേശു ക്രിസ്തു എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? സ്തോത്രം. ലേഖനം എഴുതിയ ദൈവദാസനിലൂടെ ദൈവം പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ഞാനാണ് നിങ്ങളുടെ അപ്പൻ, നിങ്ങൾ മക്കളാകേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തായി തീർന്നു? ജഡരക്തം സ്വീകരിച്ചു. മക്കൾ ജഡരക്തത്തോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തത്തോട് കൂടിയവനായി തീർന്നു. ഇങ്ങനെ ചെയ്തത് ആരാണ്? നസറനായ യേശുവാണ്. ഈ നസറനായ യേശുവിനെയാണ് ദൈവം അഭിഷേകം ചെയ്തത്. ആകയാൽ നസറനായ യേശു ക്രിസ്തുവായി തീർന്നു. ഇപ്പം ദൈവം അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞാലോ, സ്വർഗാദി സ്വർഗത്തിൽ ദൈവം എന്ന നിലയിൽ യേശു എന്ന ദൈവത്തിന് തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെടാൻ കഴിയും. ആ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ ഈ മനുഷ്യന് സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ആർക്കാണ് ദൈവമുള്ളത്? മനുഷ്യനായ യേശു ക്രിസ്തുവിനാണ് സ്വർഗത്തിൽ ദൈവമുള്ളത്. അത് ദൈവത്തിന് കഴിയും എന്ന് സഹോദരൻ വിശ്വസിക്കുക. മനുഷ്യൻ എന്ന നിലയിൽ ഭൂമിയിൽ മനുഷ്യനായിരിക്കുമ്പോൾ, യേശു മനുഷ്യനായിരിക്കുമ്പോൾ, മനുഷ്യപുത്രനായിരിക്കുമ്പോൾ
മനുഷ്യൻ എന്ന നിലയിലുള്ള കർത്താവിന് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. അതിൻ്റെ അർത്ഥം യേശു വേറൊരു ദൈവമെന്നല്ല, യേശു നമ്മുടെ സ്ഥാനാധിപതി എന്നുള്ളതാണ്, നമ്മുടെ പകരക്കാരനായിട്ടാണ്. പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ വന്നു ഒരു ശരീരം ധരിച്ചു. ആ ശരീരമാണ് പുത്രൻ. പുത്രൻ എന്ന നിലയിൽ ശരീരത്തിലിരിക്കുമ്പോൾ, മനുഷ്യൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും നാം ശരീരവാസത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിലൊരു ദൈവം ഉള്ളതുപോലെ യേശുവിനും ഒരു ദൈവമുണ്ട്, ഒരു പിതാവുണ്ട് എന്ന് കരുതി നമ്മെ പോലൊരു അവസ്ഥയല്ല. ഹല്ലേലൂയ. നമുക്ക് പിതാവുള്ളത് പോലെ നമുക്ക് പിതാവായി തീർന്ന നസറേനായ യേശുവാണ്. ഇതേ അവസ്ഥയല്ല നസറേനായ യേശുവിൻ്റെ പിതാവെന്നുള്ളത്. ഹല്ലേലൂയ. ദൈവം എന്ന നിലയിൽ ദൈവം സ്വർഗാദി സ്വർഗത്തിലിരിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെടാൻ പറ്റണമെങ്കിൽ അവൻ്റെ മഹിമയെല്ലാം ഉരിഞ്ഞു വെക്കണം. അതുകൊണ്ട് ആ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മേക്കാൾ ഏകദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്ന പൗലോസ് എന്ന ശൗൽ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സദൃശ്യത്തിലായി. ഇപ്പം യേശു എന്ന നിലയിൽ ദൈവോത്തരൻ എന്ന നിലയിലും യേശു എന്ന പേരോടുകൂടി ദൈവോത്തരൻ എന്ന നിലയിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തു നമ്മുടെ ശരീരവാസത്തിൽ നമ്മൾ ഇരിക്കുന്ന പോലെയുള്ള ഒരവസ്ഥയിലായിരുന്നില്ല. നമ്മൾ പൂർണ്ണ മനുഷ്യനായിട്ട് ജനിച്ചു. യേശുവോ മനുഷ്യ സദൃശ്യത്തിലും മനുഷ്യ ഛായയിലുമാണ് വേഷം ധരിച്ചതാണ്. ഈ വേഷം ധരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? നിങ്ങളെല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുന്നവരല്ലേ. ഇല്ലാത്ത കഥാപാത്രങ്ങളെ ഉള്ളതാക്കി അഭിനയിക്കുന്നതിനെയാണ് ഈ ലോകത്തിലെ വേഷം കെട്ടുക എന്ന് പറഞ്ഞത്. എന്നാൽ ദൈവം ചെയ്തെന്താണ്? ഉള്ള ദൈവത്തെ ഈ ഭൂമിയിൽ അതേ രൂപത്തിൽ തന്നെ, അതേ വേഷത്തിൽ തന്നെ പ്രത്യക്ഷനാക്കി നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന് ദൈവം വേഷത്തിൽ മനുഷ്യനായി, ദൈവം സാദൃശ്യത്തിൽ മനുഷ്യനായി. ഇത് വിശ്വസിക്കാൻ സഹോദര നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ യേശു ക്രിസ്തുവിലുള്ളവനല്ല. പിതാവ് ആരെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാനിരിക്കുന്നവനും അല്ലാതെ ആർക്കും വെളിപ്പെടുന്നില്ല എന്ന് കർത്താവ് തന്നെ പഠിപ്പിക്കുന്നു. ആകയാൽ പ്രിയരെ, സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ നിന്റെ ബുദ്ധിയും യുക്തിയും ഒക്കെ മാറ്റിവെച്ചിട്ട് നീ ശിശുവായിത്തീരുക. ജ്ഞാനികൾക്കും വിവേകികൾക്കും അവൻ മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെടുക, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുക, എളിമപ്പെടുക, മുട്ടുമേലിരിക്കുക, കരയുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ എന്തു ചെയ്യണം എന്ന് ദൈവത്തോട് നിലവിളിക്കുക. നിശ്ചയമായും സർവശക്തൻ ദൈവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവനെക്കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് പകർന്നു തരാൻ വിശ്വസ്തന. യാചിക്കുന്ന ഏവർക്കും ലഭിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായി ഇച്ഛിക്കുന്നവന് ഞാൻ സ്വതന്ത്രനാക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. യേശു ക്രിസ്തു പറയുന്നു. ആകയാൽ നീ സ്വാതന്ത്ര്യം ഇച്ഛിക്കുന്നെങ്കിൽ നിന്റെ ജ്ഞാനവും വിവേകവും ഒക്കെ മാറ്റിവെച്ചിട്ട് പ്രിയ ദൈവവൈതലേ, കർത്താവിലേക്ക് മനം തിരിയുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് പ്രാപിക്കാൻ കഴിയും. നീ രണ്ടാമനായി യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ പ്രിയ ദൈവവൈതലേ, യേശു ക്രിസ്തു നീ രണ്ടാമനായി കാണുന്ന ഈ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ഏകനായിരിക്കുന്നു, ഒന്നാമനായിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്ന മറിയത്തിന്റെ ഗർഭപാത്രം മുതൽ ക്രൂശ് മരണം വരെ നിന്റെ സ്ഥാനാധിപതിയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ മഹത്വത്തിന്റെ വലതുവശത്ത് നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുമ്പോഴും നിന്റെ സ്ഥാനം വഹിച്ച് അവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം, നിനക്ക് പകരക്കാരനായിരിക്കുന്നു എന്നുള്ള കാര്യം നീ മനസ്സിലാക്കുക. നിനക്ക് വെളിപ്പെട്ട് വരട്ടെ ദൈവപൈതലേ. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദര സഹോദരി, യേശുക്രിസ്തുവിലേക്ക് നിനക്ക് കടന്നു വരുവാൻ എളുപ്പമായിരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എബ്രായ ലേഖനം എഴുതിയ ആ ദൈവദാസൻ, സ്തോത്രം, ഒരു വെളിപ്പാട് കണ്ടു. ആ വെളിപ്പാട് എന്താണ്? യേശു ക്രിസ്തു എൻ്റെ സ്ഥാനാധിപതിയാണ്, അവൻ എൻ്റെ പിതാവാണ്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എഴുതിയത്. അതിന് 2:14
മക്കൾ ലേഖനം എഴുതിയ ഞാനും എൻ്റെ കൂട്ടത്തിലുള്ളവരും ജഡരക്തത്തോടു കൂടിയുള്ളവർ ആകൊണ്ട് അവനും ആരാ? യേശു ക്രിസ്തുവും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി തീർന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. ഇങ്ങനെ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചത് ആരാണ്? നസറനായ യേശു ആകുന്നത് കൊണ്ട്. പ്രിയ ദൈവജനമേ, നസറനായ യേശു ആകുന്നു മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവ്. പ്രൈസ് ദി ലോർഡ്. ഈ നസറനായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവവചനപ്രകാരം അപ്പോസ്തോലിക വ്യവസ്ഥ പ്രകാരം വിശുദ്ധ ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്കും എബ്രായ ലേഖനം എഴുതിയ ലേഖകനെ പോലെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയും. ആകയാൽ പ്രിയരെ, പിടിവാശിയൊക്കെ കളഞ്ഞിട്ട് യേശുവിലേക്ക് തിരിയുവാൻ ഞാൻ നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബുദ്ധി ഉപദേശിക്കുന്നു. വായിച്ച വചനത്തിലേക്ക് കടന്നു വന്നാട്ടെ. തിരുവെഴുത്ത് എന്ത് പറയുന്നു? ദൈവമേ, ഇവിടെ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത്, സ്തോത്രം, നമുക്ക് ഈ വചനത്തിൻ്റെ ഉദ്ധരണി നോക്കണം. ഈ വചനം ഉദ്ധരിച്ചിരിക്കുന്നത്, സ്തോത്രം, 45-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യമാണ്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നുവന്നേക്കുമുള്ളത്. ഇവിടെ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിന് ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം എന്നുവന്നേക്കുമുള്ളതാണ്. ഇവിടെ യേശു ക്രിസ്തുവിനെ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്ന ആരാണ്? കോരഗ് പുത്രന്മാരാണ്. കോരഗ് പുത്രന്മാരിലുള്ള വെളിപ്പാടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചത് എന്താണ്? യേശു ക്രിസ്തു നമ്മുടെ സ്ഥാനാധിപതിയാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരാണ് യേശു ക്രിസ്തു. അവരുടെ സ്ഥാനാധിപതിയാണ്. സ്ഥാനാധിപതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം അവരിലേക്ക് ലഭിക്കുന്നു. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിൽ ജനിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവായ യേശു ക്രിസ്തു ഏതൊരു വ്യക്തിയിൽ ജനിക്കുന്നു അതാണ് വീണ്ടും ജനനം. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചവരുടെ വിശുദ്ധ കൂട്ടായ്മയുള്ള ആ കൂട്ടത്തിനാണ് യേശു ക്രിസ്തു ആരായി തീർന്നത്? സ്ഥാനാധിപതിയായി തീർന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ കൂട്ടത്തെയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് എന്താണ്? ദൈവമേ. അങ്ങനെയെങ്കിൽ ഈ കൂട്ടത്തിൽ ആരാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ പിടിവാശിയൊക്കെ കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ മുട്ടുകുത്ത്. നിനക്ക് യേശു ക്രിസ്തുവിൻ്റെ അവയവമായി തീരണമെങ്കിൽ നിന്റെ പിടിവാശി മാറ്റിയിട്ട് പത്രോസിന്റെ ഉപദേശത്തെ അനുസരിക്ക്. ഇത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരാണ് യേശു ക്രിസ്തു എന്നുള്ളത്. ആകയാൽ നീ നിന്റെ പിടിവാശിയിൽ, നിന്റെ ബുദ്ധിയിൽ, നിന്റെ ആലോചനയിൽ, നിന്റെ ജ്ഞാനത്തിൽ തൂങ്ങിക്കടന്നാൽ നീ നശിച്ച് സാത്താന്റെ രാജ്യത്തിലേക്ക്, സാത്താന് ദൈവം ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്യിലേക്ക് പോകേണ്ടതായി വരും. മത്തായിയുടെ സുവിശേഷം 25-41 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പിന്നെ യേശു ക്രിസ്തു കർത്താവ് ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ അനുയായികൾക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. മത്തായിയുടെ സുവിശേഷം 7-ാം വാക്യത്തിൽ പറയുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് സ്വർഗത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു എന്ന് പലരും എന്നോട് പറയും. അന്നാളിൽ ഞാൻ അവരോട്, അധർമ്മം പ്രവർത്തിച്ചവരെ, എന്താണ് അധർമ്മം പ്രവർത്തിച്ചത്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയത്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവചിച്ചത്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തി ചെയ്തത്. യേശുക്രിസ്തു തന്നെ പറയുകയാണ് അത് അധർമ്മ പ്രവൃത്തിയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു?
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വക ചെയ്യുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. മർക്കോസിന്റെ സുവിശേഷം പറയുന്നു, സ്തോത്രം 16:16 മുതൽ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ട് വിശ്വാസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക്, അതായത് യേശുക്രിസ്തുവിന് നന്ദി സ്നാനപ്പെട്ടില്ലേലും, സ്തോത്രം, യേശുക്രിസ്തു വീണ്ടും ജനിച്ചില്ലേലും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളൊക്കെ നടക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും. തിരുവെഴുത്ത് പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പോസ്തല പ്രവൃത്തി 2:17 യോവേൽ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ദാസീദാസന്മാരുടെ മേലും കൂടെ. അങ്ങനെ മേളിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടും രണ്ടാണോ? 17-ാം വാക്യത്തിൽ പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിന്റെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എന്നിട്ട് പറയുകയാണ് 18-ാം വാക്യം, എൻ്റെ, അതായത് യേശുക്രിസ്തുവിൻ്റെ ദാസീദാസന്മാരുടെ മേലും. യേശുക്രിസ്തുവിൻ്റെ ദാസീദാസനാകണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പത്രോസിന്റെ ഉപദേശപ്രകാരം സ്നാനപ്പെടണം. എന്നാലേ യേശുക്രിസ്തുവിൻ്റെ ദാസീദാസനാകത്തുള്ളൂ. അവരുടെ മേലും കൂടെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അപ്പം വിശ്വസിക്കുന്നവരുടെ മേലും പകരും, യേശുക്രിസ്തുവിനെ നന്ദി സ്നാനപ്പെട്ട് വേർപെടുന്നവരുടെ മേലും പകരും. ഹല്ലേലൂയ. ദൈവദൃഷ്ടിയിൽ ഇത് രണ്ടാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 7:22 പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, എൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തു, എൻ്റെ നാമത്തിൽ പ്രവചിച്ചു. ഇതെല്ലാം എന്താണ്? അധർമ്മ പ്രവൃത്തിയാണ്. എന്താണ് അധർമ്മ പ്രവൃത്തി എന്ന് പറയുന്നത്? നിങ്ങൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തില്ല. എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ട് വിശുദ്ധ ജീവൻ നയിക്കണം. ഇതാണ് പിതാവിൻ്റെ ഇഷ്ടം. അത് ചെയ്യാത്തത് കൊണ്ട് ഇതെല്ലാം അധർമ്മ പ്രവൃത്തിയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നശിച്ചു പോകാൻ എളുപ്പമാണ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയരെ, അതുകൊണ്ട് നിങ്ങളുടെ പിടിവാശി വിട്ടുകളയുക. കർത്താവിനെ വാസ്തവമായി സേവിക്കാൻ ശ്രമിക്കുക. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഒരിക്കലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേർപെടുക. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ പൗലോസ് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 3:10 എഴുതിയിരിക്കുന്നു. നശിച്ചു പോകരുതേ പ്രിയരെ. യേശുക്രിസ്തുവിൻ വേർപെടുവാൻ ഞാൻ നിങ്ങളെ ക്രിസ്തു യേശുവിൽ ബുദ്ധി ഉപദേശിച്ചുകൊണ്ടൊരു വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.